നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയുടെ ദൈവമായി വാഴ്ത്തപ്പെട്ട ത്രിയേക ദൈവത്തിന് മഹത്വവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. കൂടപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ദൈവജനത്തിനും മാതാപിതാക്കൾക്കും ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. നാം അല്പം നേരത്തെ തിടുക്കത്തോടെയും ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി ഇരിക്കുന്നത്. നാം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നും നമുക്ക് തുടങ്ങാം. ആരെങ്കിലും ഉണ്ടോ വായിക്കുവാനായിട്ട്? പുത്രനോട്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല എന്ന് പറയുന്നു. സ്തോത്രം എന്നും പറയുന്നു. നാം ഇവിടെ പുത്രനോട് പിതാവ് പറയുന്ന കാര്യങ്ങളും പുത്രനെ കുറിച്ച് പിതാവ് പറയുന്ന കാര്യങ്ങളും പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് എടുത്തു പറയുന്ന കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ത്രിയേക ദൈവത്തിന് ഇടയിൽ നടക്കുന്ന ഒരു സ്നേഹ സംഭാഷണമായി നമുക്ക് ഈ ഭാഗങ്ങളെ വിലയിരുത്താം. അതിൽ നമ്മൾ ഇന്നലെ കണ്ടു നിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിൻ്റെ നിത്യത്വം, യേശുക്രിസ്തുവിൻ്റെ നിത്യ രാജത്വം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജത്വം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം മാത്രമേ ക്രിസ്തുവിന് അനാദി മുതൽ ഇല്ലാത്തതായിട്ട് ഇരുന്നുള്ളൂ. ബാക്കി ക്രിസ്തുവിൻ്റെ മഹത്വം, അധികാരം, രാജത്വം, മശിഹാത്വം എല്ലാം അനാദിയായിട്ട് തന്നെ, ശാശ്വതമായിട്ട് തന്നെ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ആ രാജത്വത്തെക്കുറിച്ച് തെളിവായി നാം കാണുന്ന ആദ്യ ഭാഗം ഉൽപ്പത്തി 12-ലുമൊക്കെ ഉണ്ട്. എങ്കിലും യാക്കോബ് യഹൂദയെക്കുറിച്ച് പറഞ്ഞ പ്രവചനമാണെന്നും നമ്മൾ കണ്ടു. രാജത്വം, സിംഹാസനം, ചെങ്കോൽ, നിത്യത്വം എന്നിവയെല്ലാം തന്നെ യാക്കോബ് യഹൂദയോടുള്ള ബന്ധത്തിൽ പ്രവചനപരമായി പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ നിന്ന്. സ്തോത്രം. അതുകൊണ്ട് ഇനിയും ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ റൈച്ചസ്നെസ്,
എസ്പെഷ്യലി സൺ ലവ്സ് റൈച്ചസ്നെസ് ആൻഡ് ഹെയ്റ്റ്സ് ഈവിൾ. പുത്രൻ, ദൈവപുത്രൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. സ്തോത്രം. അതും അവിടെ നമ്മൾ കാണുന്നത് യു ഹാവ് ലവ്ഡ് റൈച്ചസ്നെസ് ആൻഡ് ഹെയ്റ്റഡ് ലോലെസ്നെസ്. സ്തോത്രം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് തർജ്ജമയാണ് ലേഖകൻ ഇവിടെ ഉപയോഗിക്കുന്നത്. സെപ്റ്റ്വജിന്റ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നുവല്ലോ. സ്തോത്രം. സ്തോത്രം. ഇവിടെ നീ എന്ന് പറയുന്നത് മശിഹായെക്കുറിച്ചാണ്, ദൈവപുത്രനെ കുറിച്ചാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒരുപക്ഷെ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. കാരണം 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മുടെ സകല കല്യാണത്തിനും വായിക്കുന്ന സങ്കീർത്തനമായത്. പൊതുവെ വേറെ ഒരു ഭാഗം കല്യാണത്തിന് വായിക്കാറേ ഇല്ല. മറ്റു ഭാഗങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നതുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും എന്നല്ല, ഏതാണ്ട് എല്ലാവരും തന്നെ ഇതാ വായിക്കുന്നത്. ചുരുക്കം ചിലർ മാത്രം 1 കൊരിന്ത്യർ 13-ാം അധ്യായമോ ചിലര് വെളിപ്പാട് 19-ാം അധ്യായമോ ഒക്കെ വായിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. അപ്പം നമുക്ക് വളരെ പരിചയമുണ്ട്. ചിലപ്പോൾ ഇത്രയും അങ്ങ് വായിച്ചിരിക്കുന്നത് കൊണ്ട് പല വാക്യങ്ങളും കാണാപ്പാഠവുമായിരിക്കാം. അപ്പൊ ഇവിടെ നീ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവപുത്രനെ കുറിച്ചാണ്. സ്തോത്രം. നീ നീതിയെ ഇഷ്ടപ്പെട്ടു. പാസ്റ്റ് ടെൻസിൽ, അയോറിസ്റ്റ് ടെൻസിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു, പൂർത്തീകരിക്കപ്പെട്ട ഒരു ക്രിയയായിട്ടാണ്, നിവർത്തിക്കപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത്. നിവർത്തിക്കപ്പെട്ടതാണ് ഇവിടെ എന്ന് വെച്ചാൽ ജോൺ മാക്കാർത്തറിന്റെ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ഇഫ് യു ലവ് ഗോഡ്സ് റൈറ്റ് സ്റ്റാൻഡേർഡ്സ് യു വിൽ ഹെയ്റ്റ് റോങ് സ്റ്റാൻഡേർഡ്സ്. ദൈവത്തിൻ്റെ ശരിയായ നിലവാരങ്ങളെ നിങ്ങൾ പ്രിയപ്പെടുന്നെങ്കിൽ ശരിയല്ലാത്തതിനോട് വെറുപ്പ് ഉണ്ടാകും. സ്തോത്രം. മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇവിടെ പറയട്ടെ. ലവ് വാട്ട് ഗോഡ് ലവ്സ്, ഹേറ്റ് what God hates. There are loves which God hate. There are hatreds which God love. സ്തോത്രം. ദൈവം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന വെറുപ്പുകളുണ്ട്. ദൈവം വെറുക്കുന്ന സ്നേഹങ്ങളുമുണ്ട്. മനസ്സിലാക്കാൻ പ്രയാസമില്ലായിരിക്കുമല്ലോ. സ്തോത്രം. ദൈവം സ്നേഹിക്കുന്ന വെറുപ്പിൽ ഒന്നാണ് ദുഷ്ടതയെ വെറുക്കുക അഥവാ ദ്വേഷിക്കുക എന്നത്. സ്തോത്രം. അപ്പോൾ ചിലതരം വെറുപ്പുകൾ നമ്മിൽ ഉണ്ടാകുന്നത് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളതാണ്. ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളത്.
കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, വെരി ഗുഡ്. ഞങ്ങളുടെ ഇവിടുത്തെ ലൈറ്റ് അങ്ങ് പോയി. അങ്ങനെ പോകാറില്ല. സ്തോത്രം. ഏതായാലും അല്പസമയം നമുക്കിങ്ങനെ നോക്കാം. സ്തോത്രം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം. പറഞ്ഞു വന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നാം ഇവിടെ ഈ എന്താണ് പറയുന്നത്, സങ്കീർത്തനം 45 നിന്ന് എബ്രായ ലേഖന കർത്താവ് ഈ 1-ാമത്തെ അധ്യായത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെട്ടു എന്ന്. നീതിയെ ഇഷ്ടപ്പെട്ടു. അതൊരു കഴിഞ്ഞകാല ക്രിയയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അത് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ തികച്ചെടുത്തതിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നു, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു എന്നുള്ളത്. സോറി, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് നമ്മൾ കാണുന്നതിനെയാണ് നിവർത്തിക്കപ്പെട്ടത് എന്ന നിലയിൽ നാം പഠിച്ചിരുന്നത്. ക്രിസ്തു അത് നിവർത്തിച്ചു. ഇവിടെയും അത് തന്നെയാണ് നാം കാണുന്നത്. യു ഹാവ് ഹേറ്റഡ് ഈവിൽ, ബട്ട് യു ഹാവ് ലൗഡ് റൈച്ചസ്നെസ്. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു. സ്തോത്രം. അത് യേശു കർത്താവിൻ്റെ ഭൗമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 21-ന്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ? മാത്യു 21 വേഴ്സസ് 12 and 13. കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. 12-13 അല്ലേ പാസ്റ്റർ? അതെ. യേശു ദൈവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, യേശുക്രിസ്തുവിൻ്റെ തീക്ഷ്ണത. ക്രിസ്തുവിൻ്റെ തീക്ഷ്ണത.
നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തെ തെളിവുകളാണത്. ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട സകല ജാതികൾക്കും വേണ്ടി ദൈവത്തിൻ്റെ ആലയമായി ഉപയോഗിക്കപ്പെടേണ്ട ദേവാലയം വെറും കച്ചവട സ്ഥലമാക്കി മാറ്റിയത് കണ്ട് കർത്താവിൻ്റെ വിശുദ്ധ കോപം ജ്വലിച്ചു. എന്തിനെതിരെയാ? ദുഷ്ടതയ്ക്കെതിരെ. ദുഷ്ടതയ്ക്കെതിരെ. യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് നമുക്ക് മൊത്തത്തിൽ അത് കാണാം. മറ്റ് ചില ഭാഗങ്ങളിലുണ്ട്. മത്തായി തന്നെ 23-ാം അധ്യായം 27-28 വാക്യങ്ങൾ. 23 മാത്യു 23 വേഴ്സസ് 27-28. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ളത്തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. സ്തോത്രം. ഇപ്പൊ നമ്മളിവിടെ കാണുന്നു, കപടഭക്തിക്കാരായ മതനേതാക്കന്മാരുടെ കപടഭക്തിക്കെതിരെ യേശുക്രിസ്തു ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുക. സ്തോത്രം. ഒരു കൊടുങ്കാറ്റ് പോലെ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ. സ്തോത്രം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ. ഇതെല്ലാം ഈ വാക്യങ്ങളുടെ ശരിയായ അർത്ഥത്തെ വിശദീകരിച്ചു തരികയാണ് നമുക്ക്. യേശുക്രിസ്തു നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതും ഈ പറഞ്ഞ നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കേൾക്കാമല്ലോ. പാപം ചെയ്യാതിരിക്കുക മാത്രമല്ല, പകരം പാപത്തെ വെറുക്കുന്ന ഒരു വിശുദ്ധിയുടെ നിലവാരം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്തോത്രം. വളരെ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. പാപത്തെ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക മാത്രമല്ല, സ്തോത്രം, പകരം സദൃശ്യവാക്യങ്ങൾ 16-ന്റെ 6 വാക്യം. Proverbs 16 verse 6. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു.
ഭക്തിയുടെ ഒരു ഘടകം, ഒരു മുഖം എന്താണ്? ദോഷത്തെ വിട്ടകലുന്നു. സ്തോത്രം. ദോഷത്തെ വിട്ടകലുന്നു. സെപ്പറേഷൻ ഫ്രം evil. Because of godliness, a godly person will distance himself or herself all sorts of sins. ഒരാൾ പാപത്തിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് തന്നെ തന്നെ അകറ്റുന്നു. വേർപാടെന്ന് പെന്തക്കോസ്ത് ഭാഷയിൽ അല്ല, ബൈബിൾ ഭാഷയിൽ നമുക്ക് പറയാം. പക്ഷേ അതല്ല ഭക്തിയുടെ ഏറ്റവും വലിയ മുഖം. ഭക്തിയുടെ ഏറ്റവും വലിയ രൂപം ഇതിനേക്കാൾ വലുതൊന്നുണ്ട്. 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. 8:13 പ്രോവബ്സ്. സദൃശവാക്യങ്ങൾ 8:13. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം, അഹങ്കാരം, ദുർമാർഗം, യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. സ്തോത്രം. കണ്ടോ, അവിടെയാണ് യഹോവ ഭക്തിയുടെ ഏറ്റവും ദൃഢമായ മുഖം. നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ വായിച്ച ദോഷത്തെ വിട്ടകലുന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് ദോഷത്തെ വെറുക്കുക എന്നത്. It's more important to hate evil than departing from. ഇപ്പം പാപത്തിൽ നിന്ന് വിട്ടകലാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. അതുകൊണ്ട് പക്ഷെ കാര്യമില്ല. പാപത്തെ വെറുക്കുന്നവരായി നാം തീരണം. യേശു കർത്താവിൻ്റെ ഒരു പ്രധാന സ്വഭാവമായി നാം ഇവിടെ കാണുന്നു. ദൈവത്വത്തിൻ്റെ, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ദൈവത്വത്തെയും നമുക്ക് ഈ പ്രകൃതത്തിലൂടെ കാണാം. സ്തോത്രം. ഈ പ്രകൃതത്തിലൂടെ കാണാം. യഹോവ ഭക്തി കൊണ്ട് ദോഷത്തെ വെറുക്കുകയും, സ്തോത്രം, ഒപ്പം ദോഷത്തിൽ നിന്ന് ദോഷത്തെ വിട്ടകലുകയും ചെയ്യേണ്ടതുണ്ട്. ദോഷത്തെ വിട്ടകലുന്ന പലർക്കും ദോഷത്തോട് വെറുപ്പില്ലെന്നുള്ളതാണ് സത്യം. വളരെ നല്ല തെളിവാണ് ഇസ്രായേൽ മക്കൾ. മിസ്രൈമിൽ നിന്നും അവർ പുറപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മിസ്രൈം അവരുടെ ഉള്ളിൽ നിന്നും മാറിപ്പോയില്ല. പാലും തേനും ഒഴുകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയായ, പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണമായ പലസ്തീനിലേക്ക് അവർ പോകുമ്പോഴും അവിടുത്തെ ഫലങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയാത്തതിന് 2 പേരോ പലരോ ചേർന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അത് തോളേലിരുന്ന് അവരുടെ തോളിനെ വേദനിപ്പിക്കുമ്പോഴും അവർ പറയുന്നത് മിസ്രയീമിലായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. സ്തോത്രം.
ഇത് ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ അപജയമാണ്. പാപത്തോട് വെറുപ്പുണ്ടാവുന്നില്ല. അതുകൊണ്ട് പാപത്തോട് ഒത്തു ജീവിക്കുവാൻ തടസ്സങ്ങൾ ഇല്ല. നമ്മൾ തുയഥൈര സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നതാണല്ലോ. അവർക്ക് ഇസബേൽ എന്ന സ്ത്രീയെ വെച്ചു പുലർത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല. അവരവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അവരുടെ ശുശ്രൂഷകളിലും ആമീൻ പറയാം. സ്തോത്രം. അരുത്. ദൈവപുത്രനായ ക്രിസ്തു നമുക്കതിനിവിടെ മാതൃകയാ. രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ദൈവത്വത്തിൻ്റെ മറ്റൊരു തെളിവാണ് വിശുദ്ധിയെ ഇഷ്ടപ്പെടുകയും അശുദ്ധിയെ, പാപത്തെ, ദുഷ്ടതയെ ഒക്കെ ദ്വേഷിക്കുകയും അഥവാ വെറുക്കുകയും ചെയ്യുക എന്നത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇവിടെ യേശു ക്രിസ്തുവിൽ ആ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ട് യേശു ഭൂമിയിലായിരുന്നപ്പോഴും മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോഴും ആ സ്വഭാവം കാത്തു സൂക്ഷിച്ചു. ദുഷ്ടതയെ ദ്വേഷിച്ചു, നീതിയെ ഇഷ്ടപ്പെട്ടു. അതിന് ചില പ്രതീകങ്ങൾ, അതിൻ്റെ പ്രതിരൂപങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ കാലത്ത് നിന്നും നാം ഇപ്പോൾ ഇവിടെ കാണുകയുമുണ്ടായി. അപ്പോൾ ആ സ്വഭാവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷണ്യ പ്രവൃത്തി നിവർത്തിച്ചു എന്നതിൻ്റെ തെളിവും കൂടെയാണ്. അതിൻ്റെ നാമവുമായി ബന്ധത്തിലുള്ള ഒരു ഭാഗമാണ് രണ്ടാമത് ചിന്തിച്ചത്. ഒരു യഹോവ ഭക്തന്റെ ജീവിത ശൈലിയായിരിക്കണം ഇത്. അതിലെ രണ്ട് പ്രധാന ഘടകങ്ങൾ: ഒന്ന്, ദോഷത്തെ വിട്ടകലുന്നവരുമായിരിക്കണം. അതിലുപരി ദോഷത്തെ വെറുക്കുന്നവരുമായിരിക്കണം. നാം പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പാപത്തോട് നമുക്ക് വെറുപ്പുണ്ടാകണം. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ വയറിനൊക്കെ അസുഖം പിടിച്ചിരിക്കുമ്പം ചില ആഹാര സാധനങ്ങളുടെ പേര് കേൾക്കുന്നത് പോലും ദേഷ്യമാണ്. അതിനെ മണമടിച്ചാൽ ഛർദ്ദിക്കും, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടത്തില്ല. ഭയങ്കരമായ വെറുപ്പാണ് അതിനോട്. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ കുറച്ച് ചിലർ ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാന ആഹാരം പാവയ്ക്ക അവിച്ചതായിരുന്നു. ഒഴിക്കാൻ ദാലും കൂട്ടാൻ പാവയ്ക്കായും, വേറൊന്നുമില്ല. വിളമ്പുന്നവരെ വിളമ്പാൻ കൊണ്ടുവന്നപ്പം പാവയ്ക്കാണെന്ന് കണ്ട ചിലർ പറഞ്ഞു, എൻ്റെ അടുത്തേക്കേ കൊണ്ടുവരരുത്, ചോറ് പച്ചയ്ക്ക് വേണേ കഴിച്ചോളാം, ഇത് കൂട്ടാൻ വയ്യ. അതിനോട് ഭയങ്കരമായ എതിർപ്പ, വെറുപ്പ. സ്തോത്രം. ഇതുപോലെ ഒരു ഭക്തൻ അവൻ്റെ ഭക്തിയെ യഥാർത്ഥത്തിൽ തെളിയിക്കേണ്ടത് ഇതിലൂടെയാണ്. ഏതിൽ? പാപത്തോടുള്ള വെറുപ്പിലൂടെ. സ്തോത്രം. പലരും പാപം വിട്ടകലുന്നെങ്കിലും ഹൃദയം കൊണ്ട് അതിൽ രസിക്കുന്നവരാണ്.
Many people are there in the Christendom who depart from the evil but enjoy sin from within. ഹൃദയം കൊണ്ട് പാപത്തിൽ രസിക്കുന്നവർ, ഹൃദയം കൊണ്ട് പാപം ആസ്വദിക്കുന്നവർ. അരുതേ, അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമുക്കത് വിട്ടുകളയണം. ദൈവീക സ്വഭാവത്തോട് നമുക്ക് ഏകീഭവിക്കണം. സ്തോത്രം. ദൈവിക സ്വഭാവത്തോട്. ഭക്തന്മാരാരോ പാടിയതുപോലെ, പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തോട് വെറുപ്പും പിശാചിനോട് വൈരാഗ്യവുമുള്ളവരായ ഭക്തന്മാരായി നാം തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിൻ്റെ മേൽ ജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കൂ. പാപം ചെയ്യാതിരിപ്പാൻ സാധിക്കൂ. ഹൃദയം കൊണ്ട് അതിൽ നിന്നും അകലാൻ കഴിയൂ. സ്തോത്രം. ദൈവത്തെയും ദൈവീകമായവയെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. സ്തോത്രം. പക്ഷെ നമ്മൾ പലപ്പോഴും വെറുക്കേണ്ട പലതിനെയും പ്രിയപ്പെട്ടിട്ടും ഉണ്ട്, പ്രിയപ്പെടേണ്ട പലതിനെയും വെറുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒന്ന് നോക്കി വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. സ്തോത്രം. ഈ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് ആഴ്ന്നിറങ്ങണം. സ്തോത്രം. ഇപ്പൊ കർത്താവ് ആവർത്തിച്ച്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലത്ത് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്, ഇഫ് യു ലവ് മീ, വാട്ട് ഈസ് ദ പ്രൂഫ് ഓഫ് യുവർ ലവ് ഫോർ മീ? ഹൗ വിൽ യു പ്രൂവ് യുവർ ലവ്? ബൈ obedience. Obedience is the proof of love. നാം കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കും. സ്തോത്രം. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കും. യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ 21 വാക്യത്തിൽ 23 വാക്യത്തിലൊക്കെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. ജോൺ 14:15 following, 21, 23. In all these places, Jesus Christ has affirmly declared that obedience is the proof of love. അനുസരണമാണ് സ്നേഹത്തിൻ്റെ അടയാളം. സ്തോത്രം. ഈ വാക്യത്തോടനുബന്ധിച്ച് എബ്രായ ലേഖനം 1:8 തൊട്ടുള്ള വാക്യങ്ങളെ സങ്കീർത്തനം 45:7 തുടങ്ങിയുള്ള വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് യോഹന്നാൻ 14 അധ്യായത്തിലെ 15, 21, 23 വാക്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നാം കർത്താവിനെ അനുസരിക്കുകയും
അത് നിമിത്തം കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും തെളിവാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ദുഷ്ടതയെ സ്നേഹിക്കുന്നവരാണ്. ദുഷ്ടതയെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ സ്നേഹിപ്പാൻ ഒരു തരത്തിലും കഴിയില്ല. ഈ രണ്ട് സ്നേഹവും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ ലോകസ്നേഹം എന്ന് വിളിക്കുന്നു. 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങളിൽ ലോകസ്നേഹം. സ്തോത്രം. അപ്പോൾ നമുക്ക് ലോകസ്നേഹം ഉണ്ടാകരുത്. നമുക്ക് ലോകത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് അർത്ഥം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ദുഷ്ടതയെ ദ്വേഷിക്കുന്നവരല്ല, പ്രിയപ്പെടുന്നവരായിരിക്കും. ദൈവം അത് ഒരിക്കലും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവരെ വിളിക്കുന്നുണ്ട് വ്യഭിചാരിണികളെ എന്ന്. 4:4 വാക്യത്തിൽ, ജെയിംസ് 4:4, യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. കണ്ടോ? രണ്ട് സ്നേഹങ്ങൾ. ഈ രണ്ടിലൊന്ന് നമ്മിലുണ്ട്. ഇതിനപ്പുറത്തും ഇപ്പുറത്തും ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. സ്തോത്രം. ഒന്നുകിൽ ലോകസ്നേഹം, അല്ലെങ്കിൽ ദൈവസ്നേഹം. സ്തോത്രം. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ അടയാളമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടതയെ ദ്വേഷിച്ചു, നീതിയെ ഇഷ്ടപ്പെട്ടു. അത് നിവർത്തിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെയും കാണിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവിക നിയമനം, നിയമനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും അത് മശിഹാത്വത്തിൻ്റെ തെളിവായി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? അല്ല പാസ്റ്റർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഭകളിലും നമ്മുടെ അങ്ങനെയുള്ളിടത്തെല്ലാം ലോകസ്നേഹം അല്ലെ ലോകം സഭയിലേക്ക് കയറിയിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ അതിനോട് എതിർത്ത് നിന്ന് പോകുമ്പോൾ ഒരുപക്ഷെ കളയും നെല്ലും നല്ലതും തീയതും ഒരുപോലെ വളരുമെന്നല്ലേ കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതൊരു അനുരഞ്ജനമാണോ, അതോ നമ്മുടെ സൈഡിൽ നിന്ന് അതിനോട് അനുരഞ്ജനം പ്രാപിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൽ ഒന്നാമത്തെ കാര്യം, പാപത്തോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മിൽ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. അത് എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചതുകൊണ്ടല്ല.
എന്തെങ്കിലും ലോകസ്നേഹം അല്ലെങ്കിൽ ലോകപരമായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടതുകൊണ്ടല്ല, അല്ലെ നമ്മുടെ സഭകളിലോ വല്ലോ അങ്ങനെ ഒന്ന് ഉണ്ടായതുകൊണ്ടുമല്ല. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ, അങ്ങനെയൊന്നും നമുക്ക് കാണാനില്ലാത്തപ്പോൾ പോലും നമ്മുടെ അകത്ത് അങ്ങനെയുള്ള പാപത്തോട്, ദുഷ്ടതയോട്, ലോകസ്നേഹത്തോട്, ലോകത്തിൻ്റെ അനുരഞ്ജനങ്ങളോട് വെറുപ്പുണ്ടാവുക എന്നതാണ് നമ്മുടെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകമാണ് പ്രതികരണം എന്നുള്ളത്. റെസ്പോണ്ടിങ് ഈസ് ഓൺലി നെക്സ്റ്റ് ടു ദിസ് വൺ. റെസ്പോൺസ് ഈസ് ലെസർ ഇമ്പോർട്ടൻറ്റ് വൈൽ considering hating these things from within. അപ്പോൾ നമ്മൾ നേരത്തെയും ഈ വിഷയത്തിൽ ചിന്തിച്ചിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് ഈ വേർപാട് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് ഘടകങ്ങളുണ്ട്. ചിലയിടത്തു നിന്നും നമ്മൾ വിട്ടുപോരുകയാണ്, ദോഷത്തെ വിട്ടകലുന്നത്. നമ്മൾ അതിൽ കൂട്ടാളികളാകുന്നില്ല, വിട്ടുപോരുന്നു. മറ്റു ചിലയിടത്ത് നമുക്ക് ഉത്തരവാദിത്വമുള്ളിടത്ത്, നമ്മുടെ വീട്ടിനകത്ത് ഒക്കെയാണെങ്കിൽ നമ്മളതിനെ പെറുക്കി കളയാൻ ശ്രമിക്കുന്നു. അതങ്ങനെയല്ല എന്ന് നമ്മളവിടെ സ്ഥിരീകരിക്കുന്നു. അതാണ് ആവശ്യം. ഇപ്പം ലോകസ്നേഹം ഇന്ന് മാത്രമല്ല, 1-ാം നൂറ്റാണ്ട് മുതലേ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അത് കളയും വിളയും ഒരുപോലെ തന്നെ വിളയും. പൂർണ്ണമായും കളയില്ലാത്ത ഒരു വയല് തികച്ചും അസാധ്യമാണെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തെളിയിക്കുന്നത് കർത്താവിൻ്റെ വരവും തുടർന്നുള്ള ന്യായവിധിയുമാണ്. അതുവരെ നമുക്കതിനെ തിരിച്ചറിയാൻ പോലും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ പത്രോസും പറയുന്നുണ്ട്, യൂദായും പറയുന്നത് പോലെ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന കല്ലുകളായി പലതും കിടപ്പുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെയും പോകുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞ ചിലതിനോട് നമ്മുടെ വിയോജിപ്പ് നമുക്ക് തീർച്ചയായും പ്രകടമാക്കാം. എന്നാൽ ആ വിയോജിപ്പ് നമ്മൾ സാധാരണ ഇന്ന് കാണുന്നത് പോലെ വഴക്കും വിമത നീക്കങ്ങളും ഒന്നുമായിട്ടാകരുത്. ക്രൈസ്തവ്യമായ രീതിയിൽ നമുക്ക് വചനവിരുദ്ധമായതിനോട് ഉള്ള വിയോജിപ്പ് പ്രകടമാക്കാം, വെളിപ്പെടുത്താം. ബന്ധപ്പെട്ടവരോട് അതേപ്പറ്റി പറയുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഒരു പ്രത്യേകമായ ഇന്നത് പോലെ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രതികരണത്തിൻ്റെ രീതികൾ വ്യത്യസ്തമായിരിക്കും. അല്ല, കർത്താവ് യേശു ക്രിസ്തു ചെയ്ത പോലെ വിശുദ്ധ കോപം, ആ വിശുദ്ധ കോപം നടത്താൻ നമുക്ക് അധികാരവും സ്വാതന്ത്ര്യവും ഉള്ളിടത്ത് അത് ചെയ്യാം. എല്ലായിടത്തും നമുക്കൊരു പക്ഷെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഹേറ്റ്, വിക്കറ്റ്നെസ് ആൻഡ് ലവ്, റൈച്ചസ്നെസ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ദ ചർച്ച് ഓർ എനിവെയർ വേർ വി ഗോ, ഒരു വിശുദ്ധന്മാരുടെ കൂട്ടമാണെന്ന് ധരിക്കുന്നിടത്തും കൂടുതലും ഇങ്ങനെയുള്ള അശുദ്ധി കടന്നു വരുന്നു. അപ്പോൾ അതിനോടാണ് നമുക്ക് വിയോജിപ്പുണ്ടെന്ന് ഇപ്പം നമ്മുടെ പ്രാദേശിക സഭയോ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന സംഘടനയോ അല്ലെങ്കിൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന ആത്മീയ കൂട്ടമോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അരുതായ്മകൾ സംഭവിക്കുന്നെങ്കിൽ അത് അങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും അവരെ ധരിപ്പിക്കുന്നത് ഒരിക്കലും പാപമോ വിമത നീക്കമോ മത്സരമോ അനുസരണക്കേടോ
അധികാരികൾക്ക് കീഴ്പ്പെടായ്മയോ ഒന്നുമല്ല. അത് നമ്മൾ ചെയ്യണം, ചെയ്യാം. പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും അന്നേരം. കറക്റ്റ്. അത് തന്നെ ഞാൻ ഒറ്റപ്പെടലുണ്ടാകും, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് നമ്മൾ മനസ്സ് ഉള്ളവരായിരിക്കണം. അല്ല, ഒറ്റപ്പെട്ടു പോകുന്നതിൽ കൂടുതൽ നമ്മൾ വഴക്കാളികളാന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും അതൊക്കെ സംഭവ്യമാണ്. മൗനം പാലിക്കുകയാണ്. നമുക്ക് പ്രതികരിക്കുവാൻ, നമ്മുടെ പ്രതികരണത്തിന് വിലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അങ്ങനെയാകാം. അല്ലെങ്കിൽ മുമ്പൊരിക്കൽ നമ്മൾ വായിച്ചതുപോലെ യെഹെസ്കേൽ 9-ാമത്തെ അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നെടുവീർപ്പിട്ട് നഗരത്തിൽ, വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്നവരായി നമുക്ക് മാറണം. പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കാത്തിടത്ത് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്. നെടുവീർപ്പിട്ട് നമുക്ക് കരയാം. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് പ്രതികരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പ്രയോജനവും കാണത്തില്ല. നമുക്കതിനുള്ള അവസരവും ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ അത് ഒരു ആ വിയോജിപ്പ് നമ്മുടെ നിസ്സഹകരണം കൊണ്ടോ ഒക്കെ നമുക്ക് വെളിവാക്കുവാനായിട്ടും സാധിക്കും. സ്തോത്രം. ഇതിൽ കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അങ്ങ് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കിവിടെ നിർത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് നാളെ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.